പട്ടം വാങ്ങിക്കുന്നതിന് മുമ്പ് മോറിയ മലയിൽ വെച്ച് അബ്രഹാം ഇസ്ഹാക്കിനെ സമർപ്പിക്കുന്നത് പോലെ മകനെ സമർപ്പിക്കുന്ന ഹൃദയഭേദകമായൊരു ചടങ്ങുണ്ട്. അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് കണ്ണുനീരോടെ അപ്പൻ കൊണ്ടുവന്ന് മെത്രാന്റെ കയ്യിൽ മകനെ ഏൽപ്പിച്ചു. മുട്ടുകുത്തി നിന്ന് മകൻ കണ്ണുനീരിന്റെ നടുവിൽ പൗരോഹിത്യം വാങ്ങിച്ചു, പട്ടം വാങ്ങിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ കുർബാന ചൊല്ലുകയാണ്. കൂനിക്കൂടിയിരിക്കുന്ന ഒരു അമ്മ മുമ്പിലെ കസേരയിൽ ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അമ്മ സങ്കടങ്ങളോടെ കുർബാനയിൽ പങ്കുചേർന്നു. പരിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ അമ്മ പലതവണ വിങ്ങിക്കരഞ്ഞു. ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണത്. ഒരു പുരോഹിതൻ 10-12 കൊല്ലം അധ്യയനത്തിന്റെ പരിശീലനത്തിന്റെ കടുത്ത വഴികളിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചിട്ടാണ്. കർത്താവിന്റെ ശരീരവും രക്തവും കൈകളിലെടുക്കാനുള്ള അമിതമായ ജീവിതാഭിലാഷവുമായി ജീവിതത്തെ മുന്നോട്ട് നീക്കിയിരുന്ന ഒരു മനുഷ്യന്റെ സ്വപ്ന സാഫല്യത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ദിവസമാണത്. പരിശുദ്ധ കുർബാന ആരംഭിച്ച് ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുന്നത് മുതൽ അദ്ദേഹം കരയാൻ തുടങ്ങി. പലതവണ ഈ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ അദ്ദേഹം കണ്ണുനീരിന്റെ നടുവിൽ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റാതെ നിന്നു. ഒടുവിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയമായി. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ നിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ച യേശുവിന്റെ വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതെ ഈ അച്ഛൻ കരഞ്ഞു. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് മകൻ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്നത് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മ ആയാസപ്പെട്ട് ഉയർത്താവുന്ന അത്രയും ഉയരത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞു, എൻ്റെ മകൻ മനീഷച്ചന്റെ കയ്യിലിരിക്കുന്ന ഈശോയെ, അൾത്താര വിട്ടിറങ്ങി വന്ന് എൻ്റെ തലയെ തൊട്ട് എൻ്റെ ട്യൂമർ സുഖപ്പെടുത്തണമേ, ഒരു ഓപ്പറേഷനിലേക്ക് പോകാൻ എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് ഈ അമ്മ വാവിട്ട് കരയുമ്പോൾ പള്ളിക്കകത്ത് കൂട്ട നിലവിളിയായി. എല്ലാവരും ചേർന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കോട്ടയത്തെ വടവാതൂർ സെമിനാരിയിൽ 400-450 ഷമ്മാശന്മാരെ സാക്ഷി നിർത്തി മനീഷ് എന്ന വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന്റെ മധ്യേ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇടത്ത് കയ്യിൽ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് നിംസ് ആശുപത്രിയിലെ വിദഗ്ധരായ വൈദ്യന്മാർ എൻ്റെ അമ്മയുടെ തലച്ചോറിൽ പഴകിപ്പോയൊരു ട്യൂമറാണെന്ന് വിധി എഴുതിയ സ്കാനിംഗ് റിപ്പോർട്ട്. അത് താഴെ വെച്ചിട്ട് അദ്ദേഹം മറ്റൊരു റിപ്പോർട്ട് കയ്യിലെടുത്തു. എന്നിട്ട് ഈ ഷമ്മാശന്മാരെ അത് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ആദ്യത്തെ ബലിയർപ്പിച്ച ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത എൻ്റെ പാവം പെറ്റമ്മ പള്ളിക്കകത്ത് നിന്ന് ഞാൻ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ച് യേശുവിൻ്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും ആശീർവദിച്ച സമയത്ത് എൻ്റെ മകന്റെ കയ്യിലിരിക്കുന്ന ഈശോയെ നീ ഇറങ്ങി വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എന്നോടൊരു വാക്ക് ചോദിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങിപ്പോയ തമ്പുരാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എന്നിട്ട് അമ്മയുടെ തല തൊട്ടിട്ട് ഒരു അടയാളം പോലും അവശേഷിക്കാതെ തലച്ചോറിൽ നിന്ന് ട്യൂമർ തുടച്ചു മാറ്റിയതിന്റെ സ്കാനിംഗ് റിപ്പോർട്ട്. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവം അവൻ ഇറങ്ങി വരും നീ വിളിച്ചാൽ. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോ നീ യേശുവിനെ വിളിക്കണം. അതൊരു അപ്പമല്ല, നീ കാണുന്നത് അപ്പം, അതിന്റെ പിന്നിൽ വേദനയേറ്റ ഒരു ശരീരം. ആ അപ്പത്തിന്റെ പിന്നിൽ വേദനയേറ്റ ഒരു ശരീരം. എന്നോടുള്ള സ്നേഹത്തെ പ്രതി കരയുന്ന, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു ഹൃദയമാണ്, തുടിക്കുന്ന ഒരു മരണവേദന അനുഭവിക്കുന്ന പുരുഷന്റെ ഹൃദയം. അതാണ് വിശുദ്ധ കുർബാനയപ്പം. പരിശുദ്ധ കുർബാനയുമായി പുരോഹിതൻ നിങ്ങളുടെ മധ്യത്തിലൂടെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുനീരോടെ കർത്താവിനെ വിളിക്കണം. നമ്മൾ ഈ 4 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച അനേകം കാര്യങ്ങളുണ്ട്. ഇന്ന് മടങ്ങി പോകുമ്പോൾ കർത്താവിനോട് പറയണം, നീ എല്ലാ കാര്യങ്ങളിലും എന്നെ ബലപ്പെടുത്തണം, എല്ലാ കാര്യങ്ങളിലും നീ എനിക്ക് അഭിഷേകം തരണം, എൻ്റെ ജീവിതത്തെ നീ ഒരു അനുഗ്രഹമാക്കി മാറ്റണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. വിശുദ്ധ കുർബാനയിൽ ഈശോ കടന്നു വരികയാണ്. ആ ഈശോ വന്ന് നമ്മുടെ വേദനകൾ ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലിയർപ്പിച്ച്, ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും ശക്തമായ ബോധ്യം നിങ്ങളോട് പറയുകയാണ്. ഞാനൊരു ഇടവക വികാരിയാണ്, ഇടവക വൈദികനാണ്. എനിക്കൊരു കാര്യം